വാട്സ്ആപ്പ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പം നമ്മുടെ വണ്ടി ഇന്ന് ഇറക്കിയിട്ടുണ്ട്. ഇറക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് പരിപാടി കഴിഞ്ഞു എന്ന് അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല. കാരണം ചെറിയ അവിടെ ഇവിടെയും കുറച്ച് ട്വീക്സ് ഒക്കെ ഉണ്ട്. വീഡിയോ ഇടാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉടൻ തന്നെ ബാംഗ്ലൂർ പോകുന്നതാണ്. അപ്പോൾ പിന്നെ എനിക്കിനി വണ്ടി ഉടനൊന്നും പിന്നെ ഇനി കാണാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇന്ന് റിവ്യൂ ചെയ്യാമെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ കുറച്ച് ഫൈനൽ മേക്ക് ഓവറിൻ്റെ ആ വീഡിയോസൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് വണ്ടിയുടെ ഒരു ചെറിയൊരു സിനിമാറ്റിക് ഷോട്ട് കാണാം. അപ്പോൾ ഗൈസ്, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. പിന്നെ എൻ്റെ ഇതുപോലത്തെ വീഡിയോസൊക്കെ വരുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലും ഒന്ന് അമർത്തിയേക്കുക. പിന്നെ നിങ്ങൾക്ക് എന്ത് കമൻറ്റ് ഉണ്ടെങ്കിലും അതിപ്പോൾ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും കൊള്ളാം, നോ ഇഷ്യൂസ്. അപ്പോൾ അതും നിങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്കിനി ബാക്കി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടിയിൽ എന്തൊക്കെ ചെയ്തേക്കുന്നതെന്ന് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതെ, നമ്മുടെ ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട്. ഇത് മറ്റേ DRLും വരുന്ന ടൈപ്പ് പ്രൊജക്ടർ ലാമ്പുള്ള ഹെഡ്ലൈറ്റാണ്. പിന്നെ നമ്മളിത് ഈ വണ്ടിയുടെ കളർ ഇപ്പോൾ പ്യുവർ വൈറ്റ് ആയിട്ടുണ്ട്. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം ഗ്ലോസ് ബ്ലാക്ക് ആക്കി, പിന്നെ ഇവിടെ ഈ റെഡ് സ്ട്രൈപ്പും കൊടുത്തു. പിന്നെ നമ്മൾ ഈ കളർ ഇങ്ങനെ ഇപ്പോൾ ഡ്യുവൽ കളർ ആക്കിയിട്ടുണ്ട്. ബമ്പേഴ്സ് നേരത്തെ ഫുൾ ബ്ലാക്ക് ആയിരുന്നു, പിന്നെ ഇവിടെ ഇപ്പം ബ്ലാക്ക് ആക്കി, ഗ്ലോസ് ബ്ലാക്ക് ആക്കി. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർക്ക് ലൈറ്റും ഇൻഡിക്കേറ്ററും കൂടെ ആയിരുന്നു. അപ്പം നമ്മൾ ആ പാർക്ക് ലൈറ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്തു. ഇപ്പം ഇങ്ങനെയാണ് ലുക്ക് വന്നിരിക്കുന്നത്. പിന്നെ നമ്മളവിടെ ഫ്രണ്ടിൽ ഫീനിക്സ് എന്ന് ജപ്പാനീസിലും പിന്നെ ഇംഗ്ലീഷിലും ചെയ്തിട്ടുണ്ട്. വൈപ്പേഴ്സ് അത് മുഴുവൻ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇട്ടേക്കുന്ന മെയിൻ എന്ന് പറയുന്നത് ഇവിടെ അലോയ്സ് ആണ്. TVSൻ്റെ 12 ഇഞ്ച് അലോയ്സ് തന്നെ കയറ്റിയിട്ടുണ്ട്. ടയറൊന്നും മാറിയിട്ടില്ല, ടയർ അത് തന്നെയാണ്, പോളിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ JDM സ്റ്റിക്കർ, ഇതും കസ്റ്റം സ്റ്റിക്കറാണ്. പിന്നെ അകത്ത് നമ്മൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ അകത്ത് ഡാഷ്ബോർഡ് ഫുള്ള് മാറ്റ് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ സിസ്റ്റം അത് അന്ന് മാറുമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല, അത് മാറി. പിന്നെ അതെ, നമ്മുടെ മെയിൻ വേറൊരെണ്ണമാണ് ഈ സ്റ്റിയറിങ്. മോമോയുടെ സ്റ്റിയറിങ് നമ്മളാക്കിയിട്ടുണ്ട്. ഗണപതിയൊക്കെ മറിഞ്ഞ് കിടക്കുന്നു, ഇവിടെ എന്തോ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നില്ല. അപ്പോൾ അത് എല്ലാം മാറി. ഈ ഡ്രീം ക്യാച്ചർ അത് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒന്നും കൂടി ഇട്ടു. പിന്നെ ചിലവർ എന്നോട് കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സീറ്റിൻ്റെ അറേഞ്ച്മെൻ്റ് ഒന്ന് കാണിക്കാമെന്ന്. അപ്പോൾ അതേ നോക്കിയോ,
ഇതാണ് ഇവിടുത്തെ സീറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇരുന്ന് കാണിക്കാം. അല്ല, ഇങ്ങനെയാണ് സീറ്റಲ್ಲಿ ലെഗ് സ്പേസ് ഉണ്ട്. ഇപ്പം നമ്മൾ ബാക്കിലോട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിലോട്ട് എനിക്ക് കുറച്ച് പാടാണ്, കാരണം ഇതല്ല ഇങ്ങനെ മുട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്. പിന്നെ നമ്മൾ വേണ്ട ഇവിടെ ഒരു ഫാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്യുവൽ ഫാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 360 ആണ്. ഇത് നമുക്ക് തിരിച്ചും മറിച്ചും എങ്ങനെ വേണമെങ്കിലും മുക്കാം. ബാക്കിലുള്ളവർക്ക് കാറ്റ് കിട്ടണമെന്നുണ്ട് കിട്ടും. പിന്നെ ഈ ഫാൻ വെച്ചതിനുള്ള കാര്യം എന്ന് പറയുന്നത്, ഇതെന്ന് പറയുന്നത് സൈലൻ്റ് ആണ്, പിന്നെ കുറച്ച് കൂൾ എയർ ആണ് കിട്ടുന്നത്. ഇത് ശരിക്കും ഡാഷ്ബോർഡിലാണ് ഫിറ്റ് ചെയ്യേണ്ടത്, പക്ഷേ ഡാഷ്ബോർഡിൽ ഫിറ്റ് ചെയ്തില്ല, കാരണം അവിടെ നല്ല ഹീറ്റിലാണ് എയർ അടിക്കുന്നത്. അപ്പം ഇത് ഇവിടെ ഫിറ്റ് ചെയ്തു. അപ്പോൾ കുറച്ച് കൂളിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒത്തിരി AC പോലൊന്നും കൂളിംഗ് ഒന്നും ഇല്ല, പക്ഷേ എന്നാലും കൊള്ളാം. ഞാൻ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ബാക്കിലോട്ട് വരാം. ബാക്കിലോട്ട് വരുമ്പോൾ കാണാൻ പറ്റുന്ന ഈ സ്പോയിലറാണ്. ഇത് ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ നീഡ് ഫോർ സ്പീഡിൽ ഇൻസ്പയർ ചെയ്തേക്കുന്ന ഒരു സ്പോയിലറാണ്. ഇത് ഫീനിക്സ് എന്ന് പറഞ്ഞ് നമ്മുടെ വണ്ടിയുടെ പേരും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്രാവശ്യം ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെഗ്സിൻ്റെ ലെങ്ത് കുറച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ബോഡിയോട് അടുത്ത് നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത്. പിന്നെ ഇവിടെ നേരത്തെ ട്രാൻസ്പെറൻറ്റ് ടൈപ്പ് ആയിരുന്നു, ഇപ്പോഴും ട്രാൻസ്പെറൻറ്റ് ടൈപ്പ് തന്നെ, പക്ഷേ ഒരു ഫിലിം ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റിക്കേഴ്സ് ചെയ്ത് ഒരു ട്രാൻസ്പെറൻറ്റ് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെയെന്ന് പറയുന്നത് ഈ സ്റ്റിക്കറാണ്. ഇത് മറ്റേ JDM ടൈപ്പ് സ്റ്റിക്കറാണ്. അപ്പം ഇത് മെയ്ഡ് ഇൻ ജപ്പാൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം അതും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വണ്ടിയിൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു മെറ്റലിൻ്റെ ഒരു ഗാർഡ് പോലത്തെ സംഭവമാണ്, അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ളതെന്ന് പറയുന്നത് ഈ ഡിഫ്യൂസേഴ്സ് ഒക്കെ കണ്ടോ. ബമ്പർ ഇപ്പോൾ ഡ്യുവൽ കളറാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ആ ഡിഫ്യൂസറിൻ്റെ എടുപ്പ് കൂടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ എക്സോസ്റ്റ് ഇതും ചെയ്തിട്ടുണ്ട്. എക്സോസ്റ്റ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ട്, ഇങ്ങനെ അത് വെച്ചിരിക്കുകയാണ്. അല്ലാതെ നമ്മൾ എക്സോസ്റ്റ് ഒന്നും മാറ്റിയിട്ടില്ല. അത് നമ്മൾ ഈ ബൈക്കിൻ്റെ ഒക്കെ വെക്കുന്ന പോലെ സ്പ്രിങ്ങിലാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അങ്ങനെ ഒരുപാട് പറയാൻ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. മെയിനായിട്ട് ഈ ഡ്യുവൽ കളറാക്കിയ ബമ്പേഴ്സ്, സ്റ്റിയറിങ്, അലോയ്സ്, Yeah. Please tell me that I can't, that I won't, that I fail, that I'll never make it out, yeah. Please tell me all the bad, never good, fill my head full of every single doubt, yeah. Please say any negative thoughts, I pop off when I hear people say I cannot. I get off to the thought of proving everyone wrong, I won't stop to the top, so you better back off and get lost. I'ma stay loud, stay proud, never running out, never heading south. I'll be spreading out, call it word of mouth, can't put me down, I'll be getting loud. You can have it douse, not what I'm about, have your f***ing cloud. It be raining now, I keep making sound, go another round, I'm legend bound, can't stop me now. You don't wanna fuck with me, a slow burn like a disease. Just tell me that I can and I'll show you things that you couldn't believe. Just tell me that I can. 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 അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ പുതിയ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഹെൽത്ത് ഗൈഡ് സൈനിങ് ഓഫ്. ബൈ ഗൈസ്.